അറിയിക്കുക, മോളുടെ അമ്മയെ അറിയിക്കണം. അതിനുവേണ്ടി ചെന്നൈയിൽ പോയാലും കുഴപ്പമില്ല, ഉർവശിയോട് പോയി ഈ കാര്യം പറയണം. അവരുടെ അനുഗ്രഹമാണ് ആദ്യം മേടിക്കേണ്ടത്. കാരണം അവർ ദക്ഷിണേന്ത്യ കണ്ട ഏറ്റവും വലിയ വെർസറ്റാലിറ്റി ഉള്ളൊരു ആക്ട്രസ്സാണ്. അങ്ങനെ ഒരാളുടെ മകളാണ്. അപ്പോൾ മോളെ ചെന്നൈയിൽ പോയി അമ്മയുടെ അനുഗ്രഹം മേടിക്കണം എന്ന് പറഞ്ഞു. ഞാൻ വിട്ടു. ഞാൻ കുറച്ച് ഇമോഷണൽ, എപ്പോഴും അങ്ങനെയാണ്. ഇത്തരം കാര്യങ്ങൾ, മോളുടെ കാര്യങ്ങൾ വരുമ്പോഴേക്കും ഞാൻ അങ്ങനെയാവും. 7ാമത്തെ വയസ്സിൽ ഇങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ചെന്നൈയിൽ നിന്ന് വരുമ്പോൾ ഒരിക്കലും ഞാൻ ഇങ്ങനെ ഒരു കാര്യമൊന്നും ചിന്തിച്ചിട്ടില്ലായിരുന്നു. ഇവിടെ നന്നായിട്ട് പഠിപ്പിക്കുക, നല്ലൊരു ജോലിയൊക്കെ. നമസ്കാരം. മനോജ് കേജനും അദ്ദേഹത്തിൻ്റെ മകൾ കുഞ്ഞാറ്റയും പുതിയ ഒരു സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള പ്രസ് മീറ്റിങ്ങിലാണ് വിതുമ്പിയത്. തൻ്റെ മുൻ ഭാര്യയായിട്ടുള്ള ഉർവശിയെ ഓർത്താണ് അദ്ദേഹം വിതുമ്പിയത്. അതിനെ കൂടെ അദ്ദേഹം പറയുന്ന ചില വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. ഒരു കാര്യമുണ്ട്, അച്ഛാ എനിക്കൊരാളെ ഇഷ്ടമാണ്, എനിക്ക് കല്യാണം കഴിച്ചു തരുമോ എന്ന് ചോദിക്കുന്ന അതേ ലാഘവത്തോടുകൂടി, അച്ഛാ എനിക്ക് സിനിമ ഇഷ്ടമാണ്, എനിക്ക് സിനിമയിൽ അഭിനയിച്ചാണെന്നുണ്ടെന്ന് ആദ്യമായിട്ട് എന്നെ തുറന്നു പറയുന്നത്. ഇതെല്ലാം പറയുന്നത് എൻ്റെ ഭാര്യ ആശയോടാണ്. ആശ അവൾക്ക് അമ്മ മാത്രമല്ല, നല്ല സുഹൃത്തും കൂടെയാണ്. അതുകൊണ്ട് എപ്പോഴും ആശയോടാണ് കാര്യങ്ങളെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ആശ വഴിയാണ് ഞാൻ അറിയാറ്. അപ്പോൾ ആശ പറഞ്ഞു, മോൾ അച്ഛനോട് തന്നെ പറയാൻ പറഞ്ഞു. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ എന്നോട് പറയുകയും, ഞാൻ ഒരിക്കലും നോ എന്ന് പറഞ്ഞില്ല. കാരണം അവളുടെ ഇഷ്ടമാണ്. ഒരിക്കലും എൻ്റെ ആഗ്രഹം വേറെ ആണെങ്കിലും മോളത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നടത്തി കൊടുക്കുക എന്നുള്ളതാണ് ഒരു പിതാവിൻ്റെ കടമ എന്ന് ഞാൻ വിശ്വസിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞു, നമുക്ക് വനിതയിൽ ഒരു ഇൻ്റർവ്യൂ കൊടുക്കാം. അച്ഛയ്ക്ക് ഇപ്പോൾ ചാൻസ് ആരുടെയെങ്കിലും വിളിച്ചു വയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഒന്നും കിട്ടുന്ന ഫീൽഡല്ല സിനിമ. നമുക്കൊരു സമയം ഉണ്ടാവും, ആ സമയത്ത് അവർ വിളിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വനിതയിൽ ഇൻ്റർവ്യൂ കൊടുത്ത് അങ്ങനെ ഒരു അറിയിപ്പ് ഞാൻ അറിയിച്ചു, മോൾക്ക് ഇങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ട് സിനിമയിൽ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറച്ച് വിളികളൊക്കെ വന്നു. അതിനുശേഷം ആദ്യം ഞാൻ പറഞ്ഞത്, ഇത് അമ്മയെ അറിയിക്കുക, മോളുടെ അമ്മയെ അറിയിക്കണം. അതിനുവേണ്ടി ചെന്നൈയിൽ പോയാലും കുഴപ്പമില്ല, ഉർവശിയോട് പോയി ഈ കാര്യം പറയണം. അവരുടെ അനുഗ്രഹമാണ് ആദ്യം മേടിക്കേണ്ടത്. ഇവിടെ മനോജ് കെ ജയൻ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധേയമാകുന്നത്. മകൾ സെലിംബയിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞപ്പോൾ, മോള് ഈ ആഗ്രഹം നിന്റെ അമ്മയെ അറിയിക്കണം, അതിനുവേണ്ടി ചെന്നൈയിൽ പോയാലും കുഴപ്പമില്ല, അമ്മയായ ഉർവശി ഇത് അറിയണമെന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു തീരുമാനം വളരെയധികം ശ്രദ്ധ നേടിയിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ ഈ ഒരു തീരുമാനത്തെയാണ് ഇപ്പോൾ ചർച്ചയാക്കുന്നത്. ഇങ്ങനെയാകണം അച്ഛന്മാർ എന്നുള്ള രീതിയിലാണ്. ഡിവോഴ്സ് ആയാലും ആ കുട്ടിയുടെ അമ്മയാണ് അത്. ആ അമ്മ എന്നുള്ള പരിഗണന നൽകുന്നതും ആ കുട്ടിക്ക് അമ്മയുടെ വാല്യൂ എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നതിലും അച്ഛൻ എന്ന സ്ഥാനത്ത് മനോജ് കെ ജയൻ പൂർണ്ണമായിട്ടും വിജയിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇവർ തമ്മിൽ ഡിവോഴ്സായ സമയത്ത്, ഉർവശിയും മനോജ് കെ ജയനും ഡിവോഴ്സായ സമയത്ത് നിരവധി കോൺട്രവേഴ്സികൾ ഇരു കൂട്ടരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഉർവശി മദ്യപാനിയാണ് എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുകയുണ്ടായി. അതുകൊണ്ടാണ് തങ്ങൾ പിരിയുന്നത് എന്ന തരത്തിലും, ഉർവശി കാരണം ഒരുപാട് അനുഭവിച്ചു എന്ന തരത്തിലൊക്കെ തന്നെ മനോജ് കെ ജയൻ മീഡിയയ്ക്ക് മുന്നിൽ വന്ന് പറയുകയുണ്ടായി. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി എറിയുകയുണ്ടായി. എന്നാൽ ഇതൊന്നും മനസ്സിൽ വെക്കാതെ മകളുടെ ഒരു കാര്യം വന്നപ്പോൾ കൂട്ടായ തീരുമാനം വേണം, മകൾക്ക് അമ്മയുടെ അനുഗ്രഹം കൂടി വേണമെന്ന് ആ ഒരു അച്ഛൻ എന്ന നിലയിൽ വളരെ നല്ല ഒരു തീരുമാനമാണ് അദ്ദേഹം എടുത്തത്. കൂടാതെ ഉർവശിയുടെ പേര് പറയുമ്പോൾ അദ്ദേഹം അഭിമാനത്തോടെയാണ് പറയുന്നത്. അതുകൂടി നമുക്ക് കേട്ടു നോക്കാം. അതിനുവേണ്ടി ചെന്നൈയിൽ പോയാലും കുഴപ്പമില്ല, ഉർവശിയോട് പോയി ഈ കാര്യം പറയണം. അവരുടെ അനുഗ്രഹമാണ് ആദ്യം മേടിക്കേണ്ടത്. കാരണം അവർ ദക്ഷിണേന്ത്യ കണ്ട ഏറ്റവും വലിയ വെർസറ്റാലിറ്റി ഉള്ളൊരു ആക്ട്രസ്സാണ്. അങ്ങനെ ഒരാളുടെ മകളാണ്. അപ്പോൾ മോള് ചെന്നൈയിൽ പോയി അമ്മയുടെ അനുഗ്രഹം മേടിക്കുമെന്ന് പറഞ്ഞു. ഞാൻ വിട്ടു. ഞാൻ കുറച്ച് ഇമോഷണൽ, എപ്പോഴും അങ്ങനെയാണ്. ഇത്തരം കാര്യങ്ങൾ, മോളുടെ കാര്യങ്ങൾ വരുമ്പോഴേക്കും ഞാൻ അങ്ങനെയാവും. അങ്ങനെ ഞാൻ വിട്ടു. അവളുടെ അമ്മ വളരെ സന്തോഷത്തോടുകൂടി അത് സമ്മതിച്ചു. അങ്ങനെ ഇന്ന് ഇവിടം വരെ എത്തി. ഇതിനിടയ്ക്ക് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ സേതുവും അലക്സുമാണ് ഇതിൻ്റെ പുറകിലേക്ക് പ്രവർത്തിച്ചു വന്നത്. സേതുവിനോട് പറഞ്ഞു, മനോജേട്ടാ മോൾക്കൊരു നല്ല റോളുണ്ട്, നല്ല പ്രൊഡക്ഷനാണ്, മുഹമ്മദ് സാലി. ഇവിടെ മനോജ് കെ ജയൻ സമൂഹത്തിന് ഒരു മാതൃകയാകുന്നു. അദ്ദേഹം തൻ്റെ മുൻ ഭാര്യയെ ഓർമ്മിക്കുന്നു.
മകളിൽ നിന്ന് ഒരിക്കലും വേർപെടുത്താൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. മകളുടെ ഉയർച്ചയിൽ അമ്മയുടെ അനുഗ്രഹം കൂടി വേണമെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ട്, നിശ്ചയദാർഢ്യമുണ്ട്. അവിടെയാണ് ആ അച്ഛൻ്റെ വിജയമെന്ന് പറയുന്നത്. ഇവരുടെ ഒരു വിവാഹ വേർപാടിന് സമയത്ത് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. മകളെ കുഞ്ഞാറ്റയെ അമ്മയുടെ കൂടെ അയക്കാൻ മനോജ് കെ ജയൻ തയ്യാറായിരുന്നില്ല. അമ്മ ഉർവശി മദ്യപാനിയാണെന്ന് അദ്ദേഹം മീഡിയയ്ക്ക് മുന്നിൽ പറയുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. നിരവധി വീഡിയോ ക്ലിപ്പുകൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലുണ്ട് എന്നുള്ളതാണ്. എന്നാൽ മകൾക്കൊരാവശ്യം വന്നപ്പോൾ മകളുടെ കൂടെ അമ്മയുടെ അനുഗ്രഹവും അമ്മയുടെ സപ്പോർട്ടും ആ കുട്ടിക്ക് ആവശ്യമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ അമ്മയെ കൂടി ചേർത്ത് പിടിക്കുകയും ആ അമ്മയെക്കുറിച്ച് അഭിമാനം കൊള്ളുകയും ചെയ്യുന്ന ഒരു അച്ഛൻ തീർച്ചയായിട്ടും വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ഇത്തരം കാഴ്ചകൾ അപൂർവമായിട്ടേ കാണാൻ സാധിക്കുകയുള്ളൂ. നിരവധി തവണ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ നമുക്ക് കാണാവുന്നതാണ്. ഡിവോഴ്സ് ആയതിനു ശേഷം എതിരെയുള്ള പങ്കാളിയെ പലപ്പോഴും കുറ്റം പറയുന്ന ആളുകളെയാണ് നമ്മൾ കാണുന്നത്. ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആ പങ്കാളിയെ എപ്പോഴും കുറ്റം പറയുകയാണ്. ഒരു നിമിഷം പോലും തൻ്റെ മക്കളുടെ അമ്മയാണ് എന്നോ അല്ലെങ്കിൽ തൻ്റെ മുൻ ഭാര്യയായിരുന്നു എന്നോ ചിന്തിക്കാതെ അവരെക്കുറിച്ച് എത്രത്തോളം മോശം പറയാൻ കഴിയും അത്രത്തോളം മോശമാണ് പലരും പറയുന്നത്. എന്നാൽ ഇവിടെ ഇദ്ദേഹം ഉർവശി എന്ന് പറയുന്ന ആ ഒരു നടിയെ അദ്ദേഹം അങ്ങേയറ്റം അഭിമാനത്തോടെയാണ് നോക്കി കാണുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ കൂടെ അത് വ്യക്തമാകുന്നുണ്ട്. എന്താണ് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം? താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ രേഖപ്പെടുത്തണം. താങ്ക്